ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹോം ടൂർ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. വീടൊക്കെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാട്ടോ കയറി വരുന്ന വഴി. ഇത് നമ്മൾ പുറവശമാണ് കയറി വരുന്നത്, മുമ്പശത്തേക്കല്ല. ആ വഴി വരുന്ന വഴി ഇതാട്ടോ. ഇതിപ്പോൾ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വന്തം വീടൊന്നല്ല കേട്ടോ. ഇത് ഞങ്ങൾ വാടകയ്ക്കാട്ടോ. ഇത് നമ്മൾ വാടകയ്ക്ക് കിടക്കുമ്പോൾ വാടക വീട് നമ്മൾ സ്വന്തം വീട് പോലെ കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീട് എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ആ കാണുന്ന ബബിൾസ് നാരങ്ങയൊക്കെ എൻ്റെ അല്ല, അത് വാടക ഇവിടെ അവരുടെ കേട്ടോ, ഓണറിൻ്റെയാണ്. പിന്നെ എൻ്റെ എന്ന് ഞാൻ കരുതി നമ്മൾ കിടക്കുന്തോറും നമ്മളൊരു വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സ്വന്തം വീട് പോലെ കരുതിയാലാണല്ലോ നമ്മൾ അതുകൊണ്ട് സൂക്ഷ്മതയോടെ കൊണ്ടു കിടക്കുകയുള്ളൂ. പിന്നെ കയറി വന്ന വഴി അടുക്കള വശം കേട്ടോ, മുമ്പശല്ല അടുക്കള വശം. ഇതാണ് അമ്മിത്തറ. അവിടെ തന്നെ ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാത്രം കഴുകണം ഇവിടെ തന്നെ കേട്ടോ. പിന്നെ വേറെ പൈപ്പില്ല കേട്ടോ പാത്രം കഴുകാനൊക്കെ. അത് പിന്നെ പുറത്ത് 2 പൈപ്പ് വേറെ അലക്കാനും ബാത്റൂമിൻ്റെ സൈഡിലുള്ളൂ. പിന്നെ കയറി വന്നത് അടുക്കള വാതിലാട്ടോ. ഇത് കയറി തന്നെ നേരെ വന്നത് ഈ വാഷ് ബേസിനാണ്. തുറന്ന് നോക്കാം, ദൈവമേൽ വെള്ളമില്ല, പേടിക്കണ്ട. ഇത് കംപ്ലൈൻ്റ് ആട്ടോ, അതിന് വെള്ളമൊന്നുമില്ല, ചുമ്മാ അത് ഭംഗി മാത്രമേ ഉള്ളൂ. നല്ലോണം പഴക്കമുണ്ട് കേട്ടോ ഈ വീട്. ഒരു 20-30 വർഷം പഴക്കം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ ഈ ഒട്ടിച്ച് വെച്ചാണ് കടലാസ് അമ്മിച്ചാട്ടോ. കാരണം ഈ പഴയ വീടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഓട് വീടും കൂടി, അപ്പോൾ പൊടി ഒരുപാട് ചാടും. അപ്പോൾ ഈ കടലാസ് ഒട്ടിക്കുകയാണെങ്കിൽ പൊടികൾ കുറവുണ്ടാവും. പിന്നെ ഇത് ആദ്യം എന്നിട്ട് ഒരു തട്ടുണ്ട്. ഈ തട്ടിലായിട്ട് ഞങ്ങൾ പൊടികളെല്ലാം വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ പൊടികൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് വയ്ക്കുക. ചായ കേട്ടോ. ഇന്ന് ഇച്ചിരി കറിയായിട്ട് ഇന്നിപ്പോൾ ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു പാത്ര സ്റ്റാൻഡ് വെച്ചാൽ അതിലാട്ടോ പ്ലേറ്റും സാധനങ്ങളൊക്കെ വെച്ചേക്കണം. പിന്നെ വീട് അത്ര വലിയ, നമ്മൾ വീഡിയോ കാണുമ്പോൾ വലിയ ഇങ്ങനെ നമുക്ക് വലിയ ഭംഗിയായിട്ട് തോന്നുന്നുണ്ടാവില്ല. കാരണം ഒന്ന് പഴയ വീടാണല്ലോ. അപ്പോൾ എത്രത്തോളം ഒതുക്കിയാലും നമ്മൾ എത്രത്തോളം അടിച്ചു വാരി ഒതുക്കി വെച്ചാലും അതിൻ്റേതായൊരു ഇതുണ്ടാവും, ഒരു ഭംഗിക്കുറവുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ. പിന്നെ സ്റ്റൗ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അടുപ്പ് പൈ പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പഴയ വീടാണല്ലോ. പിന്നെ ഇത് അതിൻ്റെ അടിയിലായിട്ട് വിറകൊക്കെ വെച്ചാണ് പിന്നെ ഈ ഓട് വീട് ആയതുകൊണ്ട് എപ്പോഴും മഴവെള്ളം ചാടുമ്പോൾ മഴയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഓട് വീട് ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു സ്ഥലത്തായിരിക്കും ഒരു ദിവസം ചോരണമെങ്കിൽ മറ്റേ സ്ഥലത്തായിട്ടോ മറ്റൊരു ദിവസം ചോരണത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു തട്ടുണ്ട്, അതിൽ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അത് വാടകക്കാശില്ല കേട്ടോ. നമുക്ക് താങ്ങാവുന്ന വാടകക്കാശുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വേറെ വീട് നോക്കാത്തത്. പിന്നെ സൗകര്യമുണ്ട്, നമ്മൾ ഇത്രയും പേർക്ക് കിടക്കുന്ന സൗകര്യം. പിന്നെ ആ കാണുന്ന മുറി അച്ഛൻ കിടക്കുന്നതാട്ടോ. പിന്നെ ഉള്ളത് കയറി തന്നെ ഹോള് പോലത്തെ ഒരു മുറിയാണ് കേട്ടോ. അവിടെ ഫ്രിഡ്ജ് വെച്ചേക്കണം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തേങ്ങ ഇരിപ്പുണ്ട്, ഇച്ചിരി വേപ്പില ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്. പിന്നെ മറ്റേൽ കുറച്ച് പച്ചക്കറി, ഉരുളക്കിഴങ്ങ്, സവാളയൊക്കെ ഇരിപ്പുള്ളൂ. പിന്നെ ഫ്രീസറിലൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ അധികം ഞാൻ ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ പഴയ ഭക്ഷണ സാധനങ്ങൾ അധികം വെച്ച് യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അധികം ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെ ആ കയറി തന്നെ വഴിക്കും എല്ലാം അവിടെ ഒരു മുറി പോലെ ഉണ്ട്. അവിടെ അമ്മച്ചി കിടക്കുന്നത് അവിടെ കേട്ടോ. ആ മുറി പോലത്തെ അവിടെ ആട്ടോ അമ്മച്ചി കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കയറി പോകുന്ന വഴി പിന്നെ അവിടെ നിന്ന് കയറി നേരെ ഇപ്പം ഞങ്ങൾ കിടക്കണ ബെഡ്റൂമിലേക്കാട്ടോ പോണേ. അതാട്ടോ അവിടെ ഒരു സ്വിച്ച് ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ബൾബിൻ്റെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും വെട്ടം വിടാൻ വേണ്ടി വേറെ വയറ് വലിച്ചേക്കണതാട്ടോ. അവിടെ പിന്നെ ഒരു യേശുക്രിസ്തുവിൻ്റെ പടമുണ്ട്, പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ പടമുണ്ട്, എല്ലാ പടങ്ങളും ഉണ്ട്. ഭിത്തിയൊക്കെ ഈ സ്രാവ് ആണ്. ഭിത്തി ഞങ്ങൾ വന്നപ്പോഴും ഇങ്ങനെ കുത്തിവരിച്ചിട്ടേക്കണതാണ്, പിള്ളേർ കുത്തിവരിച്ചിട്ടേക്കണതാട്ടോ. പിന്നെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിക്കാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. പിന്നെ ചാവിൻ്റെ മേശയൊക്കെ അവിടെ ഇട്ടുണ്ട്. പിന്നെ 2 കട്ടിൽ അവിടെ ഇട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന തുണികളൊക്കെ അല്ലേ, അതിപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാ വീട്ടിലും കാണുന്ന ഒരു കാഴ്ചയാണല്ലോ, ഉണങ്ങണമല്ലോ. പിന്നെ ആ മുറി തന്നെ ഒരു ഷോക്കേഴ്സ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വേറെ സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു. അതാരും മാറ്റിയിട്ടാണ് അരുണിൻ്റെ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അക്വേറിയം ഇപ്പം എല്ലാ ഷോക്കേഴ്സിൻ്റെ അവിടെയാണ് അക്വേറിയം, മീനുകളെല്ലാം. അരുണിൻ്റെ മീനിൻ്റെ ലോകം ആ ഷോക്കേഴ്സിലാട്ടോ. പിന്നെ അതിൻ്റെ മേളിലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയൽക്കുലത്തെ സാധനങ്ങളൊക്കെ ആട്ടോ വച്ചേക്കണത്. ഈ തേപ്പൂട്ടി, പിന്നെ ഇത് അവൻ്റെ മീൻ തീറ്റയായിട്ട് ഈ കാണുന്നതൊക്കെ. പിന്നെ അതിൻ്റെ മേളിൽ തട്ട് പോലെ ബെർത്ത് പോലെ 2 ബെർത്തുണ്ട്. അത് കുറേ അരുണിൻ്റെ തന്നെ സാധനങ്ങളാട്ടോ. അരുണിൻ്റെ വണ്ടിയുടെ ഓരോരോ സാധനങ്ങളും ഐറ്റംസൊക്കെ. പിന്നെ 2 കട്ടിൽ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അലമാരി ഇട്ടിട്ടുണ്ട്. അലമാരി ഇപ്പോൾ തുറന്ന് കാണിക്കില്ല കേട്ടോ. അതിൻ്റെ അവസ്ഥ ശോചനീയമാണ്. എല്ലാം
കുളം മറിഞ്ഞ് കിടക്കുക. അതിന് മടക്കിയൊക്കെ വെച്ചിട്ട് വേണം. മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. പിന്നെ അധികം തുണിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇടാനുള്ള തുണികളുള്ളൂ, ഒരുപാട് തുണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു റാക്കപ്പുറം ഇരിപ്പുണ്ട്, അവിടെ അമ്മച്ചിയുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ ഇപ്പം പറഞ്ഞ ഓട് വീടാണ്, അതുകൊണ്ട് എലി പാറ്റ പല്ലി എല്ലാം ഉണ്ടാവും. പിന്നെ കുറച്ച് ചോർച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ടി വി ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് ഇത് കാണുന്ന ഫ്രണ്ടിൻ്റെ അവിടെ ഒരു മുറി കേട്ടോ. അവിടെ നാത്തൂനും മാങ്ങളൊക്കെ കിടക്കണം, അവരൊക്കെ കിടക്കണ മുറി അതാട്ടോ. പിന്നെ അധികം കാണിക്കാത്ത തന്നെ നാത്തൂൻ വീട്ടിൽ പോയേക്കാം. അതിൻ്റെ അവസ്ഥ അപ്പം മുറിയൊക്കെ അങ്ങനെ കുളമാക്കിയിട്ടൊക്കെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്ത് കാണിക്കേണ്ടിരുന്നു. ഇതായിട്ട് മുമ്പശം ആ മുമ്പശത്ത് ഇങ്ങനെ വരാന്ത പോലെ ഇങ്ങനെ അങ്ങനത്തെ അറ്റത്ത് ഇങ്ങനെ നടന്നു പോവാം. അതിൻ്റെ സൈഡ് നേരെ അടുക്കളയുടെ അവസ്ഥയ്ക്കൂടെ പോകണം. നമുക്ക് സ്ഥല സൗകര്യമുണ്ട്, വലിയൊരു വീടാണ്. നമ്മൾ ഒരു കൂട്ടുകുടുംബത്തിന് കിടക്കാൻ പറ്റിയ വലിയൊരു വീടാണ് കേട്ടോ. പിന്നെ ഓട് വീടാന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബാത്റൂം പിന്നെ പുറത്താണ് അതിൻ്റെ, അതുപോലെ തന്നെ അത് ബാത്റൂമാണ് പഴയ ബാത്റൂമും കൂടി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാലൊടിഞ്ഞ സമയത്ത് ആ ബാത്റൂമിൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വേണമായിരുന്നല്ലോ, പക്ഷേ ആ ബാത്റൂം യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, അതൊരു ബുദ്ധിമുട്ടാണ്.